ഇപ്പൊ ചേട്ടൻ ഹാപ്പി ആയിട്ടിരിക്കുക. ഇക്കാര്യം അറിഞ്ഞ ടെൻഷനാകും. നീ പോയി പീരങ്കിയെ കാണ്. പോസ്റ്റ് പെയ്ഡ് കാർഡും വെച്ച ഫോണും വലിച്ചെറിഞ്ഞ് പെട്ടിയെടുത്ത് ഈ തോറ്റുപോയതിനെ പറ്റിച്ച് കടന്നു കളയാൻ ശ്രമിച്ച വെറുതെ വിടുന്നു വിചാരിച്ചോ? നിന്റെ അവസാനം നിന്റെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തിട്ട് പേയ്മെന്റ് 5 ലക്ഷം, പെനാൽറ്റി 2 ലക്ഷം, മൊത്തം 7 ലക്ഷം ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ അരമണിക്കൂർ ഇടവിട്ട് ഓരോ പാർട്സ് മുറിച്ചയക്കുമെന്ന് അറിയിച്ചേക്ക്. അപ്പൊ വന്നോളും. എടുത്തിട്ട് പോടാ. കണ്ടോടാ, നീ ബിസിനസ് ഇങ്ങനെയാ ചെയ്യേണ്ടത്. ബിസിനസ്സിൽ ചതി കാണിച്ചാ ഞാൻ മുന്നും പിന്നും നോക്കാറില്ലടാ. ദുർഗണൻ എന്താ പറഞ്ഞ? എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവത്തില്ലയോ? പീരങ്കിയെ പോയി കാണാൻ പറഞ്ഞു. അത് തന്നെയാടാ ആ ഫാമിലിക്ക് എന്നോടുള്ള റെസ്പെക്ട്. ശരിയേട്ടാ, ആദ്യം ഈ കടയുടെ കാര്യം നോക്കാം. ഈ ഫൈനലൊന്ന് കഴിഞ്ഞോട്ടെ. ആ പോലീസിന്റെ കാര്യം, നിന്റെ കടയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചോദിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഹോസ്റ്റൽ തിന്ന് ശീലിച്ചു പോയല്ലേ. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിളവനാന്ന് പോലും നോക്കാതെ ഏതെങ്കിലും കൊന്നി ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞേക്ക് പ്രഭ. ദക്ഷിണാമൂർത്തി സാറേ, സാറിനോട് എനിക്ക് ചെവി കേൾക്കാം. ഇതെന്താ സാറേ പുതിയൊരു ശീലം? വേണ്ട സാറേ, മര്യാദക്ക് വാങ്ങിക്കടോ, അല്ലെങ്കിൽ പലിശയൊക്കെ അടക്കേണ്ടി വരും. എന്നാ ഹേയ്, നിക്ക് എല്ലാവർക്കും തരാം. ഇത് വേണ്ട, അത് മതി. എന്താ സാറേ ഇങ്ങനെ നോക്കുന്നേ? ആ പെണ്ണിനെ കണ്ടോ? ഏത് പെണ്ണ്? സീറ്റ് കൊടുക്കുന്ന പെണ്ണ്. ഓ, ഈ പെണ്ണാണോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാറേ. കുഴപ്പമില്ലാന്നല്ല, ഒന്നാം തര. അത്രയ്ക്ക് സുന്ദരിയാണോ? കാണാൻ സുന്ദരി മാത്രമല്ല, അവൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടില്ലേ, വളരെ കുറവാ. ഇങ്ങനെ ആ പെണ്ണിന്റെ ക്യാരക്ടർ സാറിന് എങ്ങനെ മനസ്സിലായി? ഇത്രയും തിരക്കുള്ള സ്ട്രീറ്റിൽ മധുരം വിളമ്പെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ. ഇപ്പൊ അതിന് എന്താ ചെയ്യാ സാറേ? അതല്ല പ്രഭ, റൗഡികളുടെ പുറകെ പോയി നമുക്ക് വയസ്സ് കൂടുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. ഏതെങ്കിലും ഒരു സെറ്റപ്പ് ആക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ സാറാ അതാ എന്റെ പ്രഭ, ഞാൻ വേഗം പോയി സെറ്റ് ചെയ്തൂടെ? അത്ര എളുപ്പം അങ്ങ് പറഞ്ഞു തീർക്കാതെ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടണ്ടേ? സാറിന് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കുക. ആ പെണ്ണ് നല്ല കളറും ക്യാരക്ടറും ഉണ്ടെങ്കിൽ സാറ് നല്ല ഗ്ലാമറും ഗഡ്സുല്ലേ? അങ്ങനെ? അതെ സാറേ. എന്നാ ജോലി തുടങ്ങാം. സരോജ നിന്നെ വിളിച്ചേ. ഇവനേത് കുറിച്ചോ? ഇയാൾക്കിപ്പോ എന്താ പ്രശ്നം? ഹാർട്ട് പ്രോബ്ലം. അത് നിനക്ക് തന്നിട്ട് 6 മാസമായിട്ട് നിന്റെ പുറകെ ഞാൻ നടക്കുക. നീ ശ്രദ്ധിക്കുന്നേ ഇല്ല. ആ വിഷമത്തിൽ ഞാൻ സൂയിസൈഡ് വരെ ചെയ്യാൻ നോക്കി. പ്രൊഫഷൻ ഡോക്ടറും ഹോസ്പിറ്റലിൽ ലൊക്കേഷനും ആയതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചാ സരോജ. ദയവേത് ഇപ്പോഴെങ്കിലും എന്റെ സ്നേഹം ഒന്ന് സ്വീകരിക്കുക. ഡോക്ടർ ഓപ്പറേഷൻ തുടങ്ങി. നമ്മുടെ ഓപ്പറേഷൻ വർക്കൗട്ട് ആവും. ഡോക്ടർ ചന്ദ്രകുമാർ, ഈ ഡോക്ടർ ആക്ടർ രണ്ടുപേരും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർക്ക് പോലീസിന് ഭയങ്കര ഇഷ്ടാ. പിന്നെ ഈ പോലീസ് പോസ്റ്റ്മാൻ, ഈ പേര് കേട്ടാൽ തന്നെ എനിക്ക് മനം മറിഞ്ഞ് ഛർദ്ദിക്കാൻ വരും. മാത്രമല്ല, എനിക്ക് കുറെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആവശ്യമില്ല നീ എന്നെ ശല്യം ചെയ്യണ്ട. സരോജ ഞാൻ പറയുന്നത് നിക്ക്. ആ പെണ്ണ് പറഞ്ഞത് കേട്ടല്ലോ പ്രഭാകര. പോലീസ് എന്ന് കേട്ടാലേ അതിനിപ്പോ എന്താ? അതിനൊന്നുമില്ല. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ ഹീറോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇതുപോലെ എന്റെ ഫ്രണ്ട് ഒരുത്തന്നെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു മനം നൊന്ത് ലുങ്കിയിൽ തൂങ്ങിച്ചത്തു. ഇയാളുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോഴേ അയാളെ കുറിച്ച് മനസ്സിലായില്ലേ? നമുക്ക് അവസ്ഥ വരുന്ന പറഞ്ഞു കൊടുക്കും. വെടിവെച്ച് വീഴ്ത്തുന്ന പോലെ പെണ്ണുങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ അത്ര ഈസി അല്ലെന്ന് പറഞ്ഞു കൊടുക്ക്. ആ പെണ്ണ് നേരിട്ട് വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞത് കാണിച്ചു കൊടുക്കാൻ ഇമ്പോസിബിൾ എന്ന് പറയും പ്രഭ. ആ കുടുംബം മുഴുവനും എന്റെ അടുത്ത് വന്ന് എന്റെ പെണ്ണിനെ കെട്ടണമെന്ന് പറയുന്നു. പറ പ്രഭ. ബിപി കയറിയിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മുട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറി ഈ നാടിനെ ഇപ്പൊ തന്നെ മുട്ടയടിക്കാൻ റെഡി ആയിക്കൊന്ന് പറ. സാർ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. കയ്യെ പിടിക്കുന്ന അതാണോ വലിയ കാര്യം? ആ വയസ്സും ചുമ്മാ വെള്ളി പിടിച്ചത് പോട്ടേന്ന് വെക്കാം. സത്യത്തിൽ പോലീസിന് ഇഷ്ടപ്പെടാത്തൊരു പെങ്കുച്ചിനെ എങ്ങനെ സെറ്റ് ചെയ്യുന്ന? സെറ്റ് ചെയ്യണമെങ്കിൽ സ്കെച്ച് വേണം. സ്കെച്ച് ഇടണമെങ്കിൽ ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് വേണം. I am Tangappan, date of birth Maharajan. ശങ്കർ, എൻകൗണ്ടർ ശങ്കർ. Local, national, historical, mythological, contemporary, controversial category. എന്താണെങ്കിലും all data available. അത് മാത്രമല്ല, പൊളിറ്റിക്കൽ ലീഡർമാരുടെ ഫ്ലാഷ് ബാക്ക് മുതൽ സിനിമാക്കാരുടെ സീക്രട്ട് വരെ, കോമൺ മാന്റെ കഷ്ടപ്പാട് മുതൽ സൂപ്പർമാന്റെ ഇഷ്ടം വരെ, സെലിബ്രിറ്റീസിന്റെ കളികൾ മുതൽ ലെജൻഡ്സ് വരെയുള്ള മൊത്തം ഡാറ്റാബേസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടും. ജനറൽ ആയിട്ട് എന്താണെങ്കിലും ജനങ്ങളുടെ പേരിൽ കേസിടും. ഇൻട്രസ്റ്റ് ജനങ്ങളല്ല, പണം. അടുത്ത വീട്ടിലെ ചിക്കന്റെ മണം കാരണം എനിക്ക് ചിക്കൻ കുനിയ വന്നപ്പോൾ അവന്റെ അടുത്തുനിന്ന് ഞാൻ 25,000 രൂപ അടിച്ചു മാറ്റി. രാത്രി പോകുന്ന ട്രെയിൻ കാരണം എന്റെ ഉറക്കം പോകുന്നെന്നും പറഞ്ഞ് സെൻട്രൽ ഗവൺമെന്റിനെതിരെ കേസിട്ട് ഞാൻ സെറ്റിൽമെന്റ് മേടിച്ചു. റീസെന്റ് ആയിട്ട് അയൽവാസിയുടെ നിഴൽ എന്റെ ദേഹത്ത് അടിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് ഞാൻ 1 ലക്ഷം രൂപ മേടിച്ചു. അതുപോട്ടെ, നിഴലടിച്ച നിങ്ങൾക്ക് എന്താ നഷ്ടം? ആ നിഴൽ കാരണം എന്റെ ദേഹത്ത് D വിറ്റമിൻ ഡെഫിഷ്യൻസി വന്നെന്നും പറഞ്ഞ് എഫിഷ്യൻസി യൂസ് ചെയ്തു. ലോയിലുള്ള ലൂപ്പ് ഹോൾസ് ആണ് ഇതിന്റെ ഫുൾ മെയിൽ. ഈ ഡേറ്റാബേസ് ആണ് അതിന്റെ സോഴ്സ്. അതൊക്കെ പോട്ടെ, തന്റെ ഡാറ്റ ഓഫ് ചെയ്തിട്ട് ഈ പെണ്ണിന്റെ ഡാറ്റയെ കുറിച്ച് പറഞ്ഞ് ജോലി തിരക്കുണ്ടേ? ഓഹോ, ഈ കുട്ടിയുടെ പേര് സരോജ. സരോജ സ്വീറ്റ് ഓണർ കേശവന്റെ ഏക മകൾ. ഫാദർ ജയന്റ്, ഫാമിലി ജോയിന്റ്. ചിറ്റപ്പന്മാര് 2 പേര്, വീരകേശവനും ശൂരകേശവനും. ഒരു കാലത്ത് ഉന്തുവണ്ടിയിൽ ഇവർ മിച്ചറും വിറ്റ് നടന്നവരാണ്. സരോജ ജനിച്ചതും അവളുടെ പേരിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തു. സെന്റിമെന്റ് സിമന്റ് പോലെ കുഴച്ചപ്പോൾ ബിസിനസ് സ്ട്രോങ് ആയി. സിറ്റിയിൽ 4 ബ്രാഞ്ച്, ചിറ്റൂരിൽ 4 സൈറ്റ്സ്. സൂപ്പറായിട്ട് സെറ്റിലായി. ഇവരുടെ കടയിലെ സ്വീറ്റ് പോലെ ഇവരുടെ സംസാരവും സ്വീറ്റ് ആയിരുന്നു. അത് മാത്രമല്ല, ഇവരുടെ പബ്ലിസിറ്റി PR നിഖിലിനെക്കാട്ടും ഓവറായിട്ട് യൂസ് ചെയ്യുമായിരുന്നു.
എന്താ രാമേന്ദ്ര വല്ലാതെ വിഷമിച്ചിരിക്കുന്നത്? 30 വർഷമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക. ദാമ്പത്യ ജീവിതത്തിന് ഒരു സുഖമില്ല, മരുന്നിനൊട്ട് ഒരു കുറവുമില്ല. എന്നാണ് ഇനി ഒരു കുഞ്ഞിക്കല് കാണുന്നത്? അതിനെന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? സരോജ സ്വീറ്റ് അലുവ കഴിച്ചാൽ ശരിയാവില്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ്, കുട്ടികൾ ഉണ്ടാകാനുള്ള ശരിയായ റൂട്ട് സരോജ സ്വീറ്റ്. ഒരു കാലത്ത് ഞാൻ കരുവീട്ടി പോലെ കറുത്താണിരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മുല്ലപ്പൂ ബിസിനസ്സും നഷ്ടത്തിലായിരുന്നു. 10 രൂപയ്ക്ക് മുല്ലപ്പൂ തരുമോ? ഇന്ന മോളെ, മുല്ലപ്പൂ വാങ്ങാമെന്നവരൊക്കെ എന്റെ കളറ് കണ്ട് പേടിച്ചോടും. അങ്ങനെ എന്റെ പൂക്കച്ചവടം നഷ്ടത്തിലായി. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് സരോജയുടെ നെയ് പേപ്പർ സ്വീറ്റ് കഴിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ ചെയ്ത് ബംഗ്ലാവും പണിതു. ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയ എന്റെ അഭിപ്രായം, ഹൻസികയുടെ നിറം നിങ്ങൾക്ക് വരണമെങ്കിൽ സരോജ സ്വീറ്റ്സിന്റെ പേപ്പർ സ്വീറ്റ് കഴിക്കൂ. മര്യാദയ്ക്ക് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ നീ ചെയ്യില്ല. എന്ത് പറ്റി മോളെ? കണ്ടില്ലേ മുത്തശ്ശി, ഇവൻ ഹോംവർക്ക് ചെയ്യുന്നില്ല. സരോജ സ്വീറ്റ് ലഡ്ഡു കൊടുക്ക്. നിന്റെ കുട്ടിക്കാലത്ത് അതല്ലേ തന്നത്? ഒരു സീനിയർ കണക്ക് മാഷായിട്ട് പറയുവാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് സരോജ സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കൂ, അവരൊക്കെ ഫസ്റ്റ് മാർക്ക് വാങ്ങിക്കൂ. ശരീരം കുറയ്ക്കണമെന്ന് വിചാരിക്കുന്നവരും കൊഴുപ്പ് അകറ്റണമെന്ന് വിചാരിക്കുന്നവരുമെല്ലാം അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വെറും വയറ്റില് സരോജ സ്വീറ്റ്സിന്റെ ലഡു ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല ഫലം ഉണ്ടാവും. കഴിക്കൂ സരോജ ലഡ്ഡു, പിന്നീടടിക്കും ബൗണ്ടറി. ഫാമിലി കള്ളന്മാരാണെങ്കിലും പെണ്ണു വലിയ കുഴപ്പമില്ല അല്ലേടാ പ്രഭ? യെസ് സർ. നോ സാർ. നോ എന്ന് പറഞ്ഞ അർത്ഥം? സ്കൂളിലെ പിള്ളേർക്ക് സ്വീറ്റ് കൊടുക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ശരിക്കും എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ. വേഗം പറ. വേണ്ട വേണ്ട, ചുമ്മാരി. ഫ്രീ ആയിട്ട് തരാതെ തിരുപ്പതി ലഡു ആണെന്ന് വിചാരിച്ചോ? അച്ഛനോടും അമ്മയോടും സരോജ സ്വീറ്റ്സ് തന്നെ വേണമെന്ന് ചാട്ടി പിടിക്ക്. ഇല്ലെങ്കിൽ സ്കൂളിൽ പോയില്ലെന്ന് സമരം ചെയ്തോ. അണ്ടർസ്റ്റാൻഡ് ചേച്ചി? പിന്നെ എന്തിനാണ് ആഗ്രഹം കൊണ്ട് ലക്ഷ്യം എന്നൊക്കെ അത് പറഞ്ഞത്? വിശ്വസിക്കുന്നവൻ നശിച്ചു പോകും. എപ്പോഴും പെൺകുട്ടികൾ ഭർത്താവിനെ കുറിച്ചും ഹണിമൂണിനെ കുറിച്ചുമാണ് ചിന്തിക്കുക. പക്ഷേ ഈ ഡേഞ്ചറസ് ഗേൾസ് ഡ്രീംസ് ഒക്കെ കാലിഫോർണിയയിൽ കടലമിഠായി വിൽക്കാനും ചിക്കാഗോയിൽ ജിലേബി സെയിൽ ചെയ്യാനും എന്നിട്ട് മുഴുവൻ അമേരിക്കയും അവരുടെ കൈവശമാക്കണം. അമേരിക്കയിലോട്ട് പോകാൻ തലയും കുത്തി പരിശ്രമിച്ചു, പക്ഷേ വിസയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് 2ാം കെട്ട് സാരമില്ലെന്നും പറഞ്ഞ് സെക്കൻഡ് മാരേജിന് തയ്യാറായി. ചെറുക്കന്റെ കോട്ടർ നാളെ വരുന്നുണ്ട്. അപ്പിയറൻസ് കണ്ടിട്ട് ഏഞ്ചൽ പോലെ ഉണ്ട്, ഡീറ്റെയിൽസ് കേട്ടിട്ട് ഡേഞ്ചർ ആണല്ലോ. യെസ്, ഷീ ഈസ് മെർസിലെസ്, എമോഷണൽലെസ്, ട്രൂത്ത്ലെസ്, സ്റ്റോൺ ഹാർട്ടഡ്, ഹാർഡ് കോർ ബിസിനസ് വുമൻ. എടാ വേല ഇതാ, നീ എന്തായി കാണിക്കുന്നേ? ഒന്ന് വേഗം ഉണ്ടാക്ക്, ഒരുപാട് ഓർഡർ കൊടുക്കാനുണ്ട്. ഇതിപ്പോ കഴിയും. ഇപ്പൊ നോക്കിയാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ജോലി ചെയ്യാൻ നിനക്ക് മടിയല്ലേ? ഇവനൊക്കെ പറഞ്ഞു. എന്താടി ഇത്? ആർക്കും ഒരു ബഹുമാനം കൊടുക്കാതെ, പഠിത്തത്തിൽ പോലും ശ്രദ്ധിക്കാതെ ഒരു ആൺകുട്ടിയെ പോലെയല്ലേ നീ? 2ാം കെട്ടുകാരനെ കേട്ടാ എന്തിനാടി സമ്മതിച്ചേ? ഒന്നും മിണ്ടായിരിക്കെ. നമ്മുടെ സരോജ സ്വീറ്റ്സ് അവിടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആരെങ്കിലും അവിടെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. വെറുതെ സമയം കളയാതെ ഒരുക്കാൻ നോക്ക്. ചെറുക്കൻ കൂട്ടർ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഒന്ന് പറയട്ടെ, മിക്ക സ്വീറ്റ് കടക്കാരെ എനിക്കറിയാം, പക്ഷേ ഇത്രത്തോളം സ്വീറ്റ് കൊടുക്കുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇതെങ്ങും ഒന്നുമല്ല, കല്യാണത്തിന് 250 ഐറ്റം ഉള്ളത്. കല്യാണത്തിന് വരുന്നവരെ ഷുഗർ കൂടി മയക്കി നിങ്ങളുടെ മോൻ എന്താ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടാ? ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത. അവൻ ഉടനെ എല്ലാം അപ്ഡേറ്റ് ചെയ്യും. ഇവന്റെ ആദ്യ ഭാര്യ ഭയങ്കര വൈൽഡ് ആയിരുന്നു, നിങ്ങളുടെ മകളാണെങ്കിൽ ഭയങ്കര മൈൽഡ് ആണല്ലോ. അതിശയമായിരിക്കുന്നു. അങ്ങനെയൊന്നും അല്ല, ഗോൾഡാ. ഇനി എന്തിനാ താമസിക്കുന്നത്? ചടങ്ങ് നടക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? മുഹൂർത്തത്തിന് ഇനി 5 സെക്കൻഡ് മാത്രമേ അറിയോ? നിങ്ങൾ എന്തായി പറയണേ? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ എന്തെങ്ങനെയൊക്കെ പറയുന്നത് ദോഷം കേട്ടോ. 5 സെക്കൻഡ് കഴിഞ്ഞാലോ ടോപ്പിലെത്തും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യ്. Get ready. Countdown starts. 5, 4, 3, 2, 1, go. എന്താ ഈ നേരത്ത് പോലീസ്? പ്രഭാകരൻ അറസ്റ്റ് ചെയ്യും. ഓക്കെ സർ. മാഡം യു ആർ അണ്ടർ അറസ്റ്റ്. കടലമുട്ടായി തിന്നുമ്പോ കല്ലി അടിക്കുന്ന പോലെ ശുഭകാര്യത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു കുത്ത്. ഞങ്ങളുടെ MD എന്ത് തെറ്റാ ചെയ്തേ? ജനങ്ങളെ സ്വീറ്റ്സ് കൊണ്ട് രോഗിയാക്കി, ആഡ്സ് കൊണ്ട് വട്ടന്മാരാക്കി. അത് ഞങ്ങളുടെ ബിസിനസ്, അതങ്ങനെ കുറ്റമാകും. എന്തുകൊണ്ടത് കുറ്റമാവില്ല? ഗവൺമെന്റ് പയ്യന്റെ പഠിപ്പും ലഡുവും തമ്മിൽ എന്താ ബന്ധം? ക്രിക്കറ്റ് പ്ലെയർ 6നും ഈ സ്വീറ്റ്സും തമ്മിൽ എന്താ ബന്ധം? അത് മാത്രമല്ല, സെലിബ്രിറ്റീസിനെ സെയിൽസ് ബോയായി യൂസ് ചെയ്തതിന് റാഞ്ചിന്ന് ധോണിയും മുംബൈന്ന് സച്ചിനും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തൊരു കൊല്ലാപ്പാ? ബാർബർ ഷോപ്പിൽ മമ്മൂട്ടിയുടെ ഫോട്ടോ വെച്ചാ മമ്മൂട്ടി അവിടെ വന്ന് മുടിവെട്ടണമെന്നുണ്ടോ? ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ? നിങ്ങളുടെ പബ്ലിസിറ്റി കാരണം ജനങ്ങൾ കഷ്ടപ്പെടുന്ന അറിയില്ല. അതുകൊണ്ട് വക്കീൽ തങ്കപ്പൻ നിങ്ങളുടെ പേര് കൊലക്കുറ്റത്തിന് കേസ്. യെസ്, ഈ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നിന്നെയും പിടിച്ച് ജയിലിലടയ്ക്കും. കളി കാര്യമാവും, പിന്നെ കുടുംബം നടത്താൻ പറ്റില്ല. അതിശയമായിരിക്കുന്നു. ഇതിലെന്താ ഞങ്ങൾക്ക് ബന്ധം? മാച്ച് ക്യാൻസൽ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്ത് ബന്ധമല്ലേ? അതിശയമായിരിക്കുന്നല്ലേ? നീ അതിലെന്താ മാന്തുന്നെ? സർ, സിറ്റുവേഷൻ മുഴുവൻ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ചെയ്തല്ലേ? ആ പെണ്ണിന്റെ ജീവിതം തകർത്തല്ലേ നീ? എന്താ അയാള് ചെയ്ത്? നിന്റെ അറസ്റ്റിനെ കുറിച്ച് ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി NRI അല്ല, യാതൊരു പുല്ലും അവിടെ നടക്കില്ല. എടാ, നിന്നെ ഇന്ന് ഞാൻ എന്റെ അമേരിക്കയുടെ ആഗ്രഹം നീ നശിപ്പിച്ചല്ലേ? നീ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും അല്ലേ? നീ എങ്ങനെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും? നീ എങ്ങനെ ചെയ്യോ? ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. നിനക്ക് എന്ത് ധൈര്യം ഉണ്ട്? നീ എങ്ങനെ അപ്ലോഡ് ചെയ്യും? നീ എന്ത് ധൈര്യം ഉണ്ട്? നീ അപ്ലോഡ് ചെയ്യോ? അപ്ലോഡ് ചെയ്യോ? ഇത് അതിശയമായിരിക്കുന്നല്ലോ. ഒന്നും ചെയ്യണ്ടോ? നിന്നെ ഞാൻ ചെയ്യടാ. നിന്നെ ഞാൻ ചെയ്യടാ. എന്താടി നിനക്ക് തലയ്ക്ക് ഭ്രാന്താണോ? ആർക്ക് അടിവട്ട്? നിനക്ക് അടിവട്ട്? ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നിന്നെ ആരും കല്യാണം കഴിക്കത്തില്ലേ? അതുവരെ നീ ആരുടെ കൂട്ടത്തിലെയാ? പാവാണല്ലേ? നിനക്കാണ് പാവം. എനിക്കല്ല ചെയ്യണം. പാവാണോ? തോന്നുന്നേ. ദൈവമേ, ഓടിക്കോ.
ഇതിന്റെ എല്ലാം മെയിൻ വില നീയാണല്ലേ? നിന്നെ കേസ് എടുക്കോ? കേസ് എടുക്കോ? കേസ് അടി നിർത്ത്. കല്യാണ ചെറുക്കനെ അടിച്ചു, അവന്റെ അച്ഛനെ അമ്മയെ അടിച്ചു, ഇടയ്ക്ക് വന്ന സ്വാമി അടിച്ചു, അതിനുശേഷം തങ്കപ്പ സാറിനെ അടിച്ചു. അങ്ങനെയാണ് എന്നെ അടിക്കോ? അടിക്കേ 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 അടി. സാറേ അവളുടെ സ്വപ്നം നടന്നില്ല, അതുകൊണ്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്ത് തോന്നിയ കാണിക്കോ? ഇപ്പൊ കേസ് സ്ട്രോങ് ആയി. കേട്ടെ, വണ്ടിയെ കയറ്റി വിളെ. സാറേ പെണ്ണുങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറിയാ പിന്നെ ആൾക്കാർ പലതും പറഞ്ഞു. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? സാറിന്റെ നല്ല മനസ്സ് കാണിച്ച് ഈ കുടുംബത്തെ രക്ഷിക്കും ഈ ഒരു സഹായം മാത്രം മതി. സഹായിക്കാൻ ഞാൻ എന്താ മരുമാനാണോ നിങ്ങളുടെ? അങ്ങനെയൊന്നും പറയല്ലേ സാറേ. സാറിനെ കാണാൻ ടൊവിനെ പോലെ ഉണ്ട്. ചാക്കോച്ചിനെ പോലെ നല്ല മനസ്സുള്ളവനായി സാറ്. അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഒരുപാട് പേര് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ സാർ നമ്മുടെ MD യെ സഹായിച്ച് വെറുതെ വിടാതിരിക്കോ? അത് കൊള്ളാലോ. നിങ്ങളുടെ സംസാരം കേട്ടിട്ട് പ്രഷർ കൂടും പോലെ ഉണ്ട്. ശരി, ഞാനൊരു കാര്യം ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ MD ഡെയിലി സ്റ്റേഷനിൽ ഒന്ന് ഒപ്പിടണം. ഇടയ്ക്ക് സംസാരിക്കാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഫിക്സ്. 10 മണിക്ക് തന്നെ ലവേഴ്സ് പാർക്കിലേക്ക് വിളിച്ചോണ്ട് വന്നു പ്രഭ. ഇവിടെ ലവേഴ്സ് പോലും അയാളെ പോലെ തോന്നിവാസം കാണിക്കുന്നു പറഞ്ഞു കൊടുക്കും. പ്രഭ, എടാ അനിയ അങ്ങോട്ട് ഗേൾ ഫ്രണ്ട് ഉള്ള ഇവിടെ അല്ല, എവിടെ വേണമെങ്കിലും പോകും. ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവനാണ് തലമണ്ട് ചൂടായി പ്രാന്തായിട്ട് അലയുന്നത്. ആ സൈഡിലേക്ക് നോക്കാൻ പറയൂ പ്രഭ. ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? കാണാനാ? അതേന്നേ. എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ലവേഴ്സ് മീറ്റ് ചെയ്യുന്ന സ്ഥലം ഇതല്ലേ? അവര് ലിമിറ്റ് വിടാതെ നോക്കേണ്ട ചുമതല പോലീസിനുണ്ട്. അത് മാത്രമല്ല, നീ കഷ്ടപ്പെടാതെ പോലീസ് സ്റ്റേഷൻ വരെ വന്ന് ഒപ്പിടേണ്ട ആവശ്യമില്ലല്ലോ. താങ്ക് യു. അങ്ങനെ ഒരു തീരുമാനം എടുത്തേന്. കണ്ട അന്ന് മുതലേ ഞാൻ നിന്നിലൊരു അല്ലല്ല മാരേജ് നടക്കാതെ പോയില്ല എന്നെ കുറിച്ച്. ആ ശരിയെന്നേ. എല്ലാത്തിനും കാരണം ആ ദരിദ്രവാസികളാ, തെണ്ടികള്, നാശം പിടിച്ചവര്, മണ്ടന്മാര്. ഫേസിനാ പെട്ടെന്ന് ഇങ്ങനെ മാറിയേ. ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തവന് ഇങ്ങനെ പോലും വഴക്ക് പറയാൻ പാടില്ല. അവനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നല്ല മാരേജ് ബ്രോക്കറെ കണ്ടിട്ട് തന്റെ ഡീറ്റെയിൽസ് അയക്കും. ഒരാഴ്ചയിൽ എനിക്ക് തന്നെ 100 പേര് വന്നു. എഡ്യൂക്കേഷൻ കൂടുതലായതുകൊണ്ട് ഞാൻ വിട്ടുകളഞ്ഞില്ലേ. എഡ്യൂക്കേഷൻ കുറഞ്ഞാലല്ലേ പ്രോബ്ലം, കൂടി എന്താ പ്രോബ്ലം? എന്താ പ്രോബ്ലം ഒന്നോ? ഇപ്പൊ PGയോ ഡിഗ്രിയോ കഴിഞ്ഞ പെണ്ണാണെങ്കിൽ ഫ്രീഡം ആണെന്നും പറഞ്ഞ് 24 hours ഷോപ്പിംഗിലും ചാറ്റിംഗിലും നമ്മൾ വെയിറ്റിംഗിലും ആയിരിക്കും. അതുകൊണ്ട് 10 തോറ്റ പെണ്ണിനെ മതി. ഇക്കാലത്ത് അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാൻ ബുദ്ധിമുട്ട്. എന്നാലും ട്രൈ ചെയ്യണം. ഇനി സഹായത്തിന്റെ പേരും പറഞ്ഞ് എന്നെ വളയ്ക്കാൻ ട്രൈ ചെയ്യുവാണോ? ആ പെണ്ണിന്റെ വട്ടാണ്, തലയ്ക്ക് വെളിവില്ലേ? ഇന്നലെ പറഞ്ഞു പോലീസ് കണ്ട ഛർദ്ദിക്കാൻ വരുന്നത്, ഇപ്പൊ അവനോട് കൊഞ്ഞു ഇഷ്ടം തോന്നി അങ്ങനെ ഉണ്ടാവും സാറേ. ഇവിടെ ഡ്യൂട്ടി ചെയ്യാൻ വന്നാണോ അതോ ട്യൂൺ ചെയ്യാൻ വന്നാണോ? ഭയങ്കര ചൂടാണല്ലോ. അല്ല സാറോ, തനിക്ക് അങ്ങനെ വല്ല പെണ്ണിനെ അറിയാമെങ്കിൽ എന്നോട് പറയാൻ മറക്കണ്ട. എന്താന്ന് വെച്ചാൽ ചിലർക്ക് പോലീസുകാരനും പോസ്റ്റ്മാനും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അതായത് എന്നെ പോലെയുള്ള ഇൻസ്പെക്ടർക്ക് മാസം എത്രയാ സമ്പാദിക്കുന്നതെന്ന് അറിയാമോ? എത്രയാ? TADA വന്നതല്ലാതെ PFന്റെ പിടുത്തവും കഴിഞ്ഞിട്ട് കയ്യിൽ ഏകദേശം 37,500 രൂപ കിട്ടും. നിങ്ങളുടെ മെയിൻ കുക്കിന് 50,000 ഉണ്ടല്ലോ സാലറി. അവന് സാലറി ഉണ്ട്, പക്ഷെ സെക്യൂരിറ്റി ഉണ്ടോ? നീ ജോലി എന്ന് പറഞ്ഞു വിട്ടാ അവന്റെ വീട്ടിൽ അടുപ്പ് കത്തില്ല. അങ്ങനെ എല്ലാം കൂടെ കമ്പയർ ചെയ്യരുത്. പോലീസ് എന്ന് പറഞ്ഞ പവറാണ്. തള്ളിക്കൊണ്ട് വരും അവൻ. എന്തിനാ സാർ വയലന്റ് സാർ എന്തോ ചോദിച്ചിട്ട് ആ പെണ്ണ് കൊടുത്തില്ലെന്ന് തോന്നുന്നു. അതത്രയ്ക്ക് ദേഷ്യം. അങ്ങനെ എന്ത് ചോദിച്ചാലും കൊടുക്കൂ. ഇപ്പൊ വിജയുടെ പടം തിയേറ്ററിൽ വരുന്നു. ആരാണേലും ക്യൂ നിന്ന് വേണ്ട പടം കാണാൻ. പക്ഷെ ഞങ്ങൾ പോയാ ഇരിക്കുന്നവനെ എണീപ്പിച്ചിട്ട് ഞങ്ങൾ പിടിക്കും. ഗുരുവായൂരമ്പലത്തിൽ പോയാലും ഇനി ശബരിമലയ്ക്ക് പോയാലും അവിടേക്ക് എന്തൊരു ക്യൂ ആ. ഞങ്ങൾക്ക് ഡയറക്റ്റ് ദർശനം. ഇങ്ങനെ ലക്ഷക്കണക്കിന് സംഭവം അതറിയാമോ? എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ ഒപ്പ് വാങ്ങിച്ചായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ദക്ഷിണാമൂർത്തിക്കിട്ട് ഒരു പണി കൊടുക്കണമല്ലോ. എന്താ ചെയ്യണ്ടേ? അയ്യോ, എന്റെ കണ്ണിലെന്തോ പോയോ? ഊതാൻ പറ്റുമോ? ഞാനിങ്ങനാ. ഓഹോ, നിങ്ങളുടെ സഹായത്തിന് പോലീസുകാർ വേണം. പക്ഷെ കണ്ണി പൊടി പോയി നിങ്ങൾക്ക് ഊതാൻ പറ്റില്ലല്ലേ? ഊതാന്നേ. എങ്കിൽ ഊതിക്കേ കാണട്ടെ. ഇങ്ങനെ ഊതിയ കൃഷ്ണമണി എല്ലാം കൂടെ പുറത്തേക്ക് വരും കൊച്ചായി. പതുക്കെ സ്മൂത്ത് ആയിട്ട്. ആ ഓ കൊള്ളാം. അവിടെ എന്താണോ നടക്കുന്നത്? ചോദിച്ചത് കൊടുത്തു. ഉമ്മയോ? ഇപ്പൊ എങ്ങനെയുണ്ടെന്നേ? ഫീലിംഗ് ബെറ്റർ. എന്നാ ഞാൻ ഒപ്പിട്ടിട്ട് പൊയ്ക്കോട്ടെ? ആയിട്ടോ. അല്ലാതെ ശരിയാവില്ല. എന്തു പറ്റി? രജിസ്റ്റർ മറന്നുപോയി. ഇപ്പൊ എന്താ ചെയ്യുന്നത്? സാരമില്ല, ഇയാള് നാളെ കിട്ടാ മതി. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ? നാളെ ഊതാൻ വരുമല്ലോ. തീർച്ചയായിട്ടും. ബൈ ബൈ. ഫ്രീ ഷോ എല്ലാം കണ്ട് കൺട്രോൾ പോയിരിക്കാണെന്ന് അറിയാം. ചലഞ്ച് മറന്നിട്ടില്ലെന്ന് പറയൂ പ്രഭ. കൂടുതൽ നെകളിക്കേണ്ട ഒരു പെണ്ണിനെ വളയ്ക്കുന്നത്ര ഈസി അല്ല അവളുടെ വീട്ടുകാരുടെ സമ്മതം വാങ്ങിക്കാനെന്ന് പറഞ്ഞു കൊടുക്കും പ്രഭ. സാറിനൊരു കാര്യം കിട്ടി, എനിക്കൊരു കാര്യം പിടിയും കിട്ടി. നിങ്ങൾ മൊട്ടയടിച്ച് കഴുതയുടെ പുറത്തേക്ക് നാട് ചുറ്റുന്നത്. പോലീസ് സ്റ്റേഷന് വിറപ്പിക്കാൻ പോവാ. ഡിപ്പാർട്ട്മെന്റിന് ഡെങ്കി വരുത്തും ഞാൻ. നിന്റെ ബിസിനസ് ഞാൻ നോക്കിക്കോളാം. നീ എന്റെ ഫോളോവർ ആയി. എന്ത് അന്യായോടാ മാങ്ങാത്തൊലി. ദക്ഷിണാമൂർത്തി, ഇന്നലെ വരെ വാലാട്ടി പട്ടികളെ പോലെ ഞങ്ങളുടെ പിന്നാലെ ചുറ്റിത്തിരിഞ്ഞവര് ഇന്ന് പേപ്പട്ടിയെ പോലെ ഞങ്ങളുടെ ബിസിനസിന് മുകളിൽ പായാണോ? നിന്റെ ചെവി കടിച്ച് പറിക്കും ഞാൻ. മണി ചേട്ടനെ വിളിച്ചാ? അന്നയോ അതേ കുടംപുള്ളി കളറ്, ചക്കയുടെ രൂപം, സർവേക്കല്ല് പോലെയുള്ള തല, സിഗരറ്റ് എരിയും പോലെയുള്ള കണ്ണ്, ചൊച്ചക്കാൻ മുഖം, കോവയ്ക്കാൻ മുഖം. ഇത് മണി തന്നെ. ആരായി മണി? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവന്റെ കഥയും തീരും. മൂർത്തി സാറേ, ഗോഡ് ഈസ് ഗ്രേറ്റാ. മിസ്സായ മണിയെ ദൈവം മുന്നിൽ കൊണ്ടുവന്നില്ലേ? എന്താ അവനെ കാണാനില്ലേ? ചത്തുപോയടാ. എന്ത്? ഞാൻ അവനെ കൊന്നേ. ഫ്രണ്ടിനെ എന്തിനാ കൊന്നേ? അതൊരു വലിയ ഹിസ്റ്ററിയാ. ഇയാളോട് എന്ത് കഥ പറയാൻ പോന്നേ? അരിഞ്ഞാണ് വിടുന്ന പ്രായത്തിലെ ഞങ്ങൾ പോലീസിന്റെ തൊപ്പി വെച്ചു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലീസ് ആകണമെന്ന് ശബ്ദം എടുത്തു. ഗ്യാപ്പില്ലാതെ പഠിച്ച് ടോപ്പിൽ വന്ന് കോപ്പന്മാരെ കണ്ടു. അവൻ അണ്ടർഗ്രൗണ്ട് കോപ്പെങ്കിൽ ഞാൻ നാടറിഞ്ഞ താപ്പാൻ. ഒരു ദിവസം മാഫിയാക്കാരെ മുഖം മറിച്ചിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. ഞാൻ അവരെ എൻകൗണ്ടർ ചെയ്തു. ഓരോ മുഖംമൂടിയും മാറ്റി മാറ്റി ഞാൻ നോക്കി. അവസാന മുഖംമൂടി മാറ്റിയപ്പോൾ ഞാൻ ഷോക്കായി. ആ മുഖംമൂടി അണിഞ്ഞു കിടന്നത് മറ്റാരുമല്ലായിരുന്നു, എന്റെ മണിയായിരുന്നു. അയ്യോ എടാ എന്നൊരു വിളി. പക്ഷേ എഴുന്നേറ്റില്ല. ഫ്രണ്ടിനെ കൊന്നല്ലോ എന്നുള്ള ഗിൽറ്റി ഫീലിംഗിൽ ഗീസർ ഓൺ ചെയ്ത് ഹോട്ട് വാട്ടറിൽ കുറെ നേരം നിന്നു. ബോഡി പെയിൻ അല്ലാതെ ഹാർട്ട് പെയിൻ മാറിയില്ല. ഇതുവരെ കാത്തിരുന്ന് വെറുതെ ആയില്ല. നിന്നെ കണ്ടപ്പോ എനിക്ക് എന്തൊക്കെയോ അങ്ങ് ചെയ്യാൻ തോന്നുവാടാ.
നീ അടച്ച ബീവറേജ് മുഴുവനും ഇപ്പൊ തുറക്കണം. ഇത്രയും ചെറിയ ആഗ്രഹമാണോ? എത്രയോ വലിയ മനസ്സാ നിനക്ക്. ലഞ്ച് കഴിച്ചോണ്ട് സംസാരിക്കാം. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ലഞ്ചും കൂടെ കരുതിയിട്ടുണ്ടോ? നിങ്ങളുടെ കാര്യം ഈ അപ്പു എന്താ മണി ദാമുവിനേക്കാളും കാശുണ്ടാക്കുന്നതാണല്ലോ പറയുന്നത്. മാങ്ങാ തൊലിയാ. ഇവൻ കഷ്ടപ്പെട്ട് വർഷം മുഴുവനും സമ്പാദിക്കുന്നത് ഞാൻ ഒരു ബെറ്റിൽ സമ്പാദിക്കും. പല മന്തിൽ ഒരിക്കൽ നടക്കുന്ന മാച്ചിന് ഇൻകം കുറവാ, സ്കീം അധികം. പഞ്ചാബ് ടീം ജയിച്ചാ പ്രീതി സിന്ത കെട്ടിപ്പിടിക്കോ ഉമ്മ കൊടുക്കോ. സിക്സ് അടിച്ചതും കോഹ്ലി കാമുകിയെ നോക്കി ചിരിക്കോ ഇല്ലയോ. ഗാലറിയിൽ ഇരിക്കുന്ന അംബാനി കുടുംബം പപ്സ് തിന്നോ ചിപ്സ് തിന്നോ എന്ന് ഇങ്ങനെ മാച്ചിൽ ചെയ്യുന്ന ബോളിനേക്കാളും ഞങ്ങളുടെ ബെറ്റാണ് അധികം. ബെറ്റ് തോക്കുന്നവന്മാര് പണം തരുമെന്ന് എന്താ ഗ്യാരണ്ടി ഉള്ളത്? ബ്ലാങ്ക് ചെക്ക് ആദ്യം തന്നെ വാങ്ങി ബാലൻസ് ഇല്ലാത്ത ചെക്ക് ബൗൺസ്. ശരീരത്തിലെ പാർട്സ് മുറിച്ചെടുക്കും. അതിന് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റോ? ബെറ്റ് കെട്ടുന്ന ഡിപ്പാർട്ട്മെന്റ്, തല പൊളിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് 20 പേരെ സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. എന്താ 20 പേരോ? ചുമ്മാരി, ഞാൻ വിശ്വസിക്കില്ല. സത്യോടെ ശങ്കരെ, എനിക്ക് വിശ്വാസം വരുന്നില്ല. എന്താടാ നിനക്ക് ഞാൻ വിശ്വാസം? വിശ്വസിക്കില്ല എന്ന് പറഞ്ഞില്ലേ മണി? അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കാണിച്ച വിശ്വസിക്കുകയല്ലേ സാറേ? കാണിക്കാൻ പറ നോക്കട്ടെ. ഇപ്പൊ കാണിച്ചു തരാം. ബിരിയാണി വാങ്ങിച്ചെന്ന് നിന്നോട് നോണ പറയോടെ ശങ്കരെ. ലുക്കിംഗ് ഗൈസ്, ആൾ ബഡീസ് കം ടു പോലീസ് സ്റ്റേഷൻ. ഗ്രൂപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മൊത്തം പേരും 10 മിനിറ്റ് ഇവിടെ എത്തും. ശങ്കരെ, ഇതാണ് നമ്മുടെ ടീം 20. എടാ സാറിനോട് നമസ്കാരം പറയാ. നമസ്കാരം സാർ. വിശ്വാ, ഇവന്മാരെ എടുത്ത് അകത്തിട്ടിട്ട് 2020 മാച്ച് മാച്ച് ഡിപ്പാർട്ട്മെന്റിട്ട് പണി കൊടുക്കുന്നു പറഞ്ഞിട്ട് ചേട്ടനാണ് ഇപ്പൊ മുട്ട പണിയിട്ടിരിക്കുന്നത്. ഈ കഥയുടെ സ്ക്രീൻ പ്ലേ ചെയ്യുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. വേണമെന്ന് വെച്ച് പിന്നിൽ നിന്ന് കുത്തിയല്ലേ. ഞാൻ വെറും നേർക്കോലിയാ ചേട്ടാ. നിങ്ങൾ മലമാമ്പല്ലേ? ചത്ത പാമ്പനെ ഇനി വെറുതെ തല്ലരുത്. പാമ്പും ചത്തല്ലേ? പുറം മാത്രമാണോ പൊളിഞ്ഞ് ഇടിച്ചെന്റെ കൂമ്പും കലക്കിയില്ലേ. സാധാരണക്കാര് മനുഷ്യരുടെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ സാഡിസ്റ്റ് ആയിട്ട് ജീവിച്ചാ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും ചേട്ടാ. ഓക്കെ, പകരത്തിന് പകരം കിട്ടി. ഐ ആം അപ്രീഷിയേറ്റീവ്. പക്ഷെ ഈ കാര്യം ഇങ്ങനെ ദാമോണ്ണനോട് പറയാ തന്നെ. എന്താടാ പേരെങ്കിൽ ലിക്കർ ഷോപ്പെല്ലാം ഓപ്പൺ ചെയ്തോ? നമ്മുടെ ബെറ്റിംഗ് ബിസിനസ് അടച്ചു ചേട്ടാ. എന്നെയും എന്റെ പിള്ളേരെയും അകത്തിട്ട് ഉരുട്ടി എടുത്തു ചേട്ടാ. ഇതൊക്കെ വിട്ടിട്ട് ഏതെങ്കിലും ആശ്രമത്തിലേക്ക് പോയാലോന്ന് വിചാരിക്കുക. മിണ്ടാതെ വേഗം സമ്പത്തിന് പോയി കാണും. സമ്പത്തോ? ഇതെന്താ മോളെ, ഡെയിലി സ്റ്റേഷനിൽ പോയി എങ്ങനെയാ ഒപ്പിടുന്നേ? ഒപ്പ് മാത്രമാണെങ്കിൽ സാരമില്ല. അയാൾ എന്തൊക്കെയാ കിടന്ന് പറയൂ അച്ഛാ. എന്താ അവൻ പറഞ്ഞേ? ഇൻഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യുവാ. അത് ഞാൻ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് അവനെ എന്റെ പുറകെ ഞാൻ കറക്കാൻ നോക്കുക. എന്റെ പേരിലുള്ള കേസ് ഞാൻ അവനെ കൂടെ ക്ലോസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് സരോജ സ്വീറ്റ്സിനെ അവനെ തന്നെ മോഡലാക്കി അഭിനയിപ്പിക്കും. അവൻ ചെയ്ത തെറ്റിന് ദേവദാസിൽ ഷാറുഖ് ഖാനെ പോലെ റോട്ടിലിറക്കി ഞാൻ ലുങ്കി ഡാൻസ് കളിപ്പിക്കും. ഇങ്ങനെ ഇപ്പൊ മനസ്സിലാകും മോളെ, സരോജ സ്വീറ്റ്സിന് മധുരവും ഉണ്ടാകും എരിവും ഉണ്ടാകുമെന്ന്. വേഗം നോക്കൂ, അങ്ങേര് വായിന്ന് കേൾക്കണ്ട. നിങ്ങൾക്ക് തന്നെ നോക്കി എനിക്കറിയണമെങ്കിൽ ഞാൻ ചെയ്യില്ല. സാറേ, വാട്ട് എ ചേഞ്ച് അവർ ഫ്രം ബാഹുബലി. മിണ്ടായിരടാ. നിങ്ങൾ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഇല്ലാതെ എല്ലാ പോലീസിന്റെ സിനിമയും ഞാൻ കണ്ടു. പോലീസിന്റെ പവർ എനിക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നീ പോലീസാൻ പോവാ? 10th ഫെയിൽ ആയി നടക്കില്ല. അത് സാരമില്ല, പോലീസിനെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ. അതിന് ഒരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ല. എടുത്തിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പോലീസ് സർക്കിളിൽ ആരെങ്കിലും കെട്ടാനുണ്ടെങ്കിൽ പറയാവോ? ജിലേബി സാറിന് പ്രപ്പോസ് ചെയ്യാ സാറേ. നിങ്ങളൊന്ന് മനസ്സ് വെച്ചായിരുന്നെങ്കിൽ 2 പാർട്ടിക്കും ബ്രോക്കർ കമ്മീഷൻ ലാഭമായെന്നെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വരട്ടെ ഞാൻ. ബൈ. ഓ, എന്താ പെട്ടെന്നൊരു വരവ്? നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ അത്? ഇനി നീ പോലീസ് സ്റ്റേഷനിലേക്ക് വരണ്ട. എന്താ അത്? നിന്റെ പേരിലുള്ള കേസെല്ലാം ക്ലിയർ ആയി. വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ സരോജ സ്വീറ്റ്സിന് ഞാനാണ് മോഡൽ. ആവശ്യമുള്ളിടത്തോളം ആർട്സ് എടുക്കാം. അത് മാത്രമല്ല, ദേവദാസിലെ ഷാരൂഖ് ഖാനെ പോലെ നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ട് ലുങ്കി ഡാൻസ് കളിക്കാം. എങ്ങനെ? അയ്യോ, എല്ലാം കണ്ട പോലെയാണല്ലോ സംസാരം. കണ്ടതുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ ഫാമിലിയുടെ എല്ലാ തരികിട പരിപാടിയും അറിയാം. അതിനല്ലേ നിങ്ങളുടെ വീട്ടിൽ ഞാൻ CC ക്യാമറ ഫിറ്റ് ചെയ്തത്. നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും മറ്റ് സംഭവങ്ങളെല്ലാം മോണിറ്ററിൽ കാണുന്നുണ്ട് ഞാൻ. മാപ്പ് ഇടുന്ന പോലീസിന് നേരെ മാപ്പ് ഇടുന്നു. എന്നാ കേട്ടോ, ഷോക്കാസ് നോട്ടീസ് വാങ്ങിയിട്ട് നിങ്ങളുടെ കടയെല്ലാം അടയ്ക്കാൻ പോവാ. ആങ്ങളെ പെങ്ങള് വലിയവര് ചെറിയവരെന്നില്ല, അത് എല്ലാത്തിനെയും പിടിച്ച് അകത്തിടാൻ പോവാ ഞാൻ. സാറേ എന്തൊക്കെ സംഭവിച്ചു പോയി, ഒന്നും മനസ്സിൽ വെക്കാതെ ഞങ്ങളെ സ്വന്തക്കാരായി വിചാരിക്കും. അങ്ങനെ വിചാരിക്കാൻ ഞാൻ എന്താ തന്നെ വരുവാനാണ്. അത് പിന്നെ വെയിറ്റ് ഫോർ ദ ഷോക്കാസ് നോട്ടീസ്. അതല്ല ഞാൻ. വേണ്ടി പോരുത്. എല്ലാം നാടകം. സിനിമയിൽ അഭിനയിച്ച അവാർഡ് കിട്ടും. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. 30 ലക്ഷത്തിനുള്ള ചോദ്യം ഓൺ ദി സ്ക്രീൻ പ്ലേസ്. ഈ നമ്പറുകൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് വരി വരിയാക്കുക. ടൈം ഈസ് അപ്പ്. കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ നമുക്ക് നോക്കാം. -9, -4, 0 and 3.
എത്ര പേരാണ് ശരി ഉത്തരം നൽകിയിട്ടുള്ളതെന്ന് നോക്കാം. നമ്മള് പ്രോബ്ലം അതിൽ സോൾവ് ചെയ്യാന്ന് എത്രയും പറഞ്ഞു നേരം വന്നപ്പോ ഉത്തരം പറയുന്ന അവൻ ഹാപ്പി ആയിരുന്ന ടി വി ആണ്. ഇനി പറഞ്ഞോ. അല്ലേട്ടാ ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? മൊത്തം സോൾവ് ആക്കി. താങ്ക്സ് ചേട്ടാ. എന്തിനാടാ താങ്ക്സ്? ഇനി മുതൽ നിങ്ങളുടെ ബിസിനസ്സിന് ഞാൻ തന്നെ ഇൻചാർജ് ആവാൻ പോവാ. അങ്ങോട്ട് നോക്ക്, ഡബിൾ ഷോക്ക് അടിക്കും. നിങ്ങൾ ഇയാളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തോണ്ട് ഞാൻ അതിന്റെ ആവേശത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. ഇയാൾ അതിശയത്തോടെ എന്നെ നോക്കി. ഞാനൊരു കുട്ടിയെ പോലും മിഴിച്ചു നിന്നു. അതേ തക്കാളിപ്പഴത്തിന്റെ മുഖം, അതേ കമ്പിളി നാരങ്ങ മൂക്ക്, അതേ മത്തങ്ങ കണ്ണ്, വാളംപുള്ളി പല്ല്, അച്ചിൽ വാർത്തെടുത്ത എന്റെ വല്യേട്ടൻ തന്നെ. എങ്ങനെയാ കാണാതെ പോയേ? ഒരു ട്രാജഡി സ്റ്റോറിയാ, ഡ്രീം ചെയ്ത് പറയാം. കേട്ടോളാം. ഞങ്ങളുടെ ജോയിന്റ് ഫാമിലിയിൽ ആർക്കും ജോലിയില്ല. ഒരു വിഷമവും ഇല്ലാത്ത ചേട്ടൻ, ചകചകാന്ന് ചിരിക്കുന്ന അച്ഛൻ, പാത്രം നിറയെ ചോറ് വിളമ്പുന്ന അമ്മ, കൈ നിറച്ച് വളയിട്ടിരിക്കുന്ന അച്ഛമ്മ. ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ വലിയ സ്നേഹമാണെങ്കിലും മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് വളരെ കുറവാ. എന്താന്ന് ചോദിച്ചാൽ എന്താ, അത്രേ ഉള്ളൂ. ഉത്തരവാദിത്തമില്ലാതെ വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു തോന്നൽ കുട ഉടയ്ക്കാൻ. ഉടനെ ഹൃദയം ഉടഞ്ഞു. സംസാരം കട്ട്, റിലേഷൻ ഹട്ട്. എന്ത് ജോലി ചെയ്താലും സാരമില്ല, ഉണ്ടാക്കുന്ന കാശ് കുടുക്കകത്തിട്ട് ഉടഞ്ഞു പോയ കുടം വാങ്ങണമെന്നുള്ള ഒരേ ഒരു വാശിയിൽ ഒരു പോക്കായിരുന്നു. പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. എന്റെ ചേട്ടൻ എപ്പോഴും എന്റെ പോക്കറ്റ് കാശ് വെക്കുമായിരുന്നു. അങ്ങനെയുള്ള ഈ ചേട്ടനെ ഞാൻ എന്തും ചെയ്യും. ഓക്കെ, അപ്പൊ നീ ക്ലോസ് ചെയ്ത ബിസിനസ് ഓപ്പൺ ചെയ്യും. ഇന്നത്തെ ഡിന്നർ അപ്പൊ ഓക്കെ നമ്മുടെ മുത്തല്ലേ ഡിന്നർ കഴിച്ചത്. എന്റെ വല്യേട്ടനെ കള്ളിന്റെ കാര്യം. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ്, എനിക്ക് ലഞ്ച്, ചേട്ടന് സ്ട്രേറ്റ് ഡിന്നർ വിത്ത് ഡ്രിങ്ക്. ശരിക്കും അതുപോലെ ഉണ്ടായിരുന്നു. അല്ലാതെ പിന്നെ എന്താ ചേട്ടാ, കരുണ കാണിക്കും പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നപ്പോ കളിയാക്കിയില്ലേ? വെട്ടികളഞ്ഞ കേട്ടോ, കഥ പറഞ്ഞ എല്ലാവരെയും സമാസമാക്കിയില്ലേ ചേട്ടാ? ഇപ്പൊ നിനക്ക് നല്ല കഥ പറയാനുള്ള കഴിവുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട നിയമം ഒന്നുണ്ടോ? എന്താ ചേട്ടാ അത്? ഒന്നായി നിന്നാൽ എല്ലാം സുഖം, തരികിട കാണിച്ചാൽ ചെവി പൊന്നാകും. നിനക്കെന്താ വട്ടാണോ? നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ആളല്ല ചേട്ടാ ആ പോലീസുകാരൻ. ഒരുപാട് ടിസ്റ്റ് തരുന്നുണ്ട്. ഞാൻ അലക്സ് പോളിനെ കണ്ടിട്ടുണ്ട്, മരമടി മാമച്ചനെ കണ്ടിട്ടുണ്ട്. ഇവനെ പോലെ ഒരു പോലീസുകാരനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ചേട്ടാ. ഇവൻ മാടിനടിക്കുന്നല്ലോ അടിക്കുന്നത്. ഈ സമ്പത്ത് ഒരു പാവണെന്നുള്ള പരിഗണന പോലും തന്നില്ല ചേട്ടാ. എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, അവനോട് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ധൈര്യം വേണം. നിനക്കൊന്നൊരു പോലീസുകാരനെ പോലും കൈകാര്യം ചെയ്യാറില്ലേ? നമ്മുടെ ബിസിനസ് തകർന്ന കാര്യം ചേട്ടൻ അറിഞ്ഞാൽ വെട്ടി കൊന്നു കളയില്ല അതിനെയും. ചേട്ടാ പെട്ടെന്നൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക ചേട്ടാ, ഞാൻ പറഞ്ഞതനുസരിക്ക്. ഈ കേസും ജപ്തി നോട്ടീസൊക്കെ വെച്ച് നോക്കുമ്പോൾ മനോഹരമായി നടക്കുന്ന നമ്മുടെ സ്ഥാപനം പൂട്ടി പോകും തോന്നുന്നല്ലോ. അങ്ങനെ എങ്ങാനും നടന്നാൽ നമ്മൾ വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും. ചേട്ടാ, ആ പോലീസുകാരൻ നമ്മുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ മരുമകനാണോ എന്ന് ചോദിക്കുന്നത് കേട്ടാ. അതിന്? അയാൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടല്ല എങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് അവനെ നമ്മുടെ മരുമകനാക്കി കാര്യങ്ങളെല്ലാം സോൾവ് ആകില്ലേ? കൊച്ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാ കേട്ടോ. മാത്രമല്ല നമ്മുടെ ബിസിനസിന് സഹായവുമാകും. അതിന് നമ്മുടെ MD സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കാലോ. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് വേണ്ടി കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. എന്താ അത്? നമ്മുടെ ബിസിനസ്സിന് പ്രോബ്ലം ആയിരിക്കുന്ന ആ പോലീസുകാരനെ കൊണ്ട് നിന്നെ അങ്ങ് കെട്ടിക്കാമെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. വെറുതെ ഷോക്കാകാതെ നല്ലൊരു തീരുമാനമെടുക്കുമോളെ. അയ്യോ അച്ഛ, ഞാൻ ആ കാര്യം എങ്ങനെ പറയുന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു. മനസ്സിലായില്ല. അതെ അച്ഛ, ആദ്യമായിട്ട് അയാളെ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അയാളെ ട്രാപ്പ് ചെയ്യാൻ പോയിട്ട് ഞാൻ തന്നെ ട്രാപ്പിലായി. പക്ഷെ എന്നോട് ആ കാര്യം പറഞ്ഞില്ലല്ലോ. ഇത്രയും നാളായിട്ട് ഞാനെന്ന ഭാവമല്ലായിരുന്നു അച്ഛ എനിക്ക്. ഇപ്പൊ അതെല്ലാം മാറിയ പോലെ എനിക്ക് സത്യത്തിൽ തോന്നുന്നു നീ അച്ഛ. എന്റെ മോള് തന്നെ. പക്ഷെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് അയാൾക്ക് അഭിപ്രായമില്ല. അപ്പൊ എങ്ങനെ നടക്കും ഇത്? അത് ഞാൻ നോക്കിക്കോളാം അച്ഛ. ചിറ്റപ്പ ഒന്ന് വേഗം ആവട്ടെ. മോളെ സരോ, നിനക്ക് ചിക്കാഗോയിൽ നിന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. പയ്യനെ കാണാൻ അടിപൊളിയാ. കാലിഫോർണിയന്ന് വേറൊരു ബന്ധം വന്നിട്ടുണ്ട്. ആ ചെറുക്കൻ നല്ല അടിപൊളിയാടാ. അമേരിക്കയിൽ ഒരു ബന്ധം വന്നിട്ടുണ്ട്. ചെറുക്കൻ നിവിൻ പോളിയെ പോലെയാ. അച്ഛാ, എനിക്ക് ഗൾഫുകാരന്മാരെ വേണ്ട. ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ ഇൻസ്പെക്ടർ ശങ്കറിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. നമ്മുടെ മൂർത്തി സാറിന് BP-ക്കുള്ള ടാബ്ലറ്റ്സ് ഉണ്ടോന്ന് നോക്കു പ്രഭ. അത്രയ്ക്ക് BP കയറാൻ മാത്രമുള്ള ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് ചോദിക്കൂ പ്രഭ. നമ്മുടെ മൂർത്തി സാറിനോട് 4 ചുറ്റും ഒന്ന് നോക്കാൻ പറയൂ പ്രഭ. നോക്കിയിട്ടിപ്പോ ഇതെന്താ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ ഫാമിലി എല്ലാം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? സംഭവം മോണിറ്ററിൽ കണ്ടില്ലെന്ന്. നമ്മുടെ അന്തസ്സിന് വേണ്ടി കാല് പിടിച്ചാലും കുഴപ്പമില്ല. അത് മോനെ, അലുവ പോലെയുള്ള ഈ മോനെ ജിലേബി പോലെയുള്ള എന്റെ മോളെ കെട്ടിച്ചു തന്നാലോ എന്ന് വിചാരിക്കാം. നിങ്ങൾ കാരണം ഞാൻ വെക്സായി. അങ്ങനെയൊന്നും പറയല്ലേ. സ്ത്രീധനമായിട്ട് വേണമെങ്കിൽ ഞങ്ങള് അന്തിക്കാട്ടുള്ള 2 സ്വീറ്റ് സ്റ്റാളും 20 ലക്ഷം രൂപയും റോയൽ എൻഫീൽഡ് ബൈക്കും വാങ്ങിത്തരാം. എന്തിനാണോ വേണ്ടാന്ന് പറയുന്ന ആളുടെ വിരലിൽ കയറി പിടിക്കും? ഞങ്ങൾ എവിടെ വേണമെങ്കിലും പിടിക്കും. നിങ്ങൾക്ക് എന്താ? യൂണിഫോമിലായതുകൊണ്ട് വെറുതെ വിടുക. അതല്ല, മാർക്കറ്റിൽ നിങ്ങളുടെ മകൾക്ക് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞതാ. താൻ ആരാ അഡ്വൈസ് ചെയ്യാൻ? ഒരുമാതിരി വർത്തമാനം പറഞ്ഞ വായ പഴംപുരിയിട്ട് ഞാൻ നരകത്തിലോട്ട് ഞാൻ പറഞ്ഞേക്കാം. തന്റെ അഡ്വൈസ് എല്ലാം വീട്ടിൽ മതി, ഇവിടെ വേണ്ട. മോനെ കോഴിക്കോടൻ അലുവ പോലെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയാണ്. ഇത് സമ്മതിച്ചില്ലെങ്കിൽ പൊടിഞ്ഞ ലഡ്ഡു പോലെ ആവും ജീവിതം. നിങ്ങളുടെ കൺവെൻസ് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കണ്ണിങ് ഫേസ് കണ്ടാൽ ഡൗട്ട് തോന്നുന്നു. ഈ കണ്ണിങ് ഫേസ് വിട്ടിട്ട് ഈ ഷൈനിങ് ഫേസ് നോക്കി അത് കണ്ടു കഴിഞ്ഞാൽ BP ചുമ്മാ കയറി പോകും. ഞാൻ ഇനി എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? അച്ഛാ, എനിക്ക് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്നറിയാം. ഒന്നെല്ലാരും പുറത്തു പോയേ. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞില്ലേ എല്ലാരും പോയിക്കേ. വിശ്വസിക്കണേ മോനെ. വിശ്വസിക്കും. മാറിക്കേ. ഒന്ന് വേഗം റെഡിയാക്ക്. ഞാൻ നോക്കിക്കോളാം. എന്താ നയൻതാരെ പോലെ എല്ലാരും പറഞ്ഞു വിട്ടിട്ട് എന്നെ വളയ്ക്കാൻ പോവാ? എങ്ങനെ വിശ്വാസം വരുത്തും? നിന്റെ അടുത്ത് മയങ്ങാൻ ഞാൻ ആരാ? ബാഹുലി പ്രഭാസോ? പോലീസ് എങ്ങനെ വിശ്വസിപ്പിക്കും?